പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മീഡിയ ട്രാവൻകൂർ വോയിസിന്റെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന പ്രതിഷേധങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒക്കെ ഏറ്റെടുത്തിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കെല്ലാം നല്ല ബോധ്യമായി നിൽക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചത്. അതില് പ്രധാനമായിട്ടും ഉള്ള ഒരു വിഷയം, ഈ നാട്ടിലെ വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും എല്ലാ രീതിയിലുള്ള സഹായത്തോടും കഴിയുന്ന ഒരു നാട്ടിൽ മറ്റൊരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വിഷയത്തെ വളരെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ഇവിടെ നടത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന വേഷം കെട്ടുകളും കോമാളി വേഷം കെട്ടുക എന്ന് വേണം അതിനെ പറയുവാനായിട്ട്. കാരണം മറ്റൊരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വിഷയത്തിൽ കേരളത്തിൽ ഇത്രയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ നിജസ്ഥിതി കൂടി ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചത്. നമുക്കറിയാം, രണ്ട് കന്യാസ്ത്രീകള് അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നവര് ജയിലിൽ കഴിയുന്ന ഈ അവസ്ഥയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അവിടെ നടന്നത് എന്നുള്ള ആ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥകൾ കൂടി കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത്. ഛത്തീസ്ഗഡിലെ നിയമം അനുസരിച്ച് അവിടെ ആദിവാസി വിഭാഗം കൂടുതലുള്ള ഒരു സംസ്ഥാനമാണത്. അതുപോലെ തന്നെ നക്സലിന്റെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഛത്തീസ്ഗഡ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ പുതിയ ചില നിയമങ്ങളും പഴയ ചില നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ആ നിയമത്തിന്റെ പേരിൽ പോലും അത് നടപ്പാക്കിക്കൊണ്ട് പോകുന്ന ഒരു സംസ്ഥാനം എന്നുള്ള ഒരു പ്രത്യേകതയും ഛത്തീസ്ഗഡിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ല. രണ്ട് കന്യാസ്ത്രീകള് 3 പെൺകുട്ടികളുമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രയ്ക്ക് പോകാനായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെടുന്നു. ഈ സംഭവത്തിന്റെ തുടക്കവും അതാണ്. അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, ആ സംസ്ഥാനത്തുള്ള ആദിവാസികൾ ആയാലും ഷെഡ്യൂൾ ട്രൈബ് ആയാലും കാസ്റ്റ് ആയാലും ഇവരൊക്കെ തന്നെ പുറത്തു പോകുന്നതിന് 18 വയസ്സിന് ശേഷം പുറത്തു പോകുന്നതിന് ഒരു പ്രത്യേക നിയമം തന്നെ 1968 മുതൽ പ്രാബല്യത്തിൽ നിൽക്കുന്ന ഒരു നിയമം ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. 2013 ആ ഒരു നിയമത്തെ വീണ്ടും പുനർനിർമ്മിച്ചുകൊണ്ട് അതിന് ചില മാറ്റങ്ങളും വരുത്തിക്കൊണ്ടുള്ള നിയമം ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്നു. അതിന് പ്രധാനമായിട്ടുള്ളത്, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അവിടെ നിന്ന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രത്യേകമായ ഒരു പോർട്ടലിൽ അത് രജിസ്റ്റർ ചെയ്യുകയും അതിന് അനുമതി വാങ്ങുകയും ചെയ്യണം എന്നുള്ളതാണ് സത്യത്തിലുള്ള ഒരു നിയമം നിലനിൽക്കുന്നത്. 1968 കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു നിയമത്തെ 2013 വന്നപ്പോഴാണ് അതിന് ചെറിയ മാറ്റങ്ങളോടുകൂടി വീണ്ടും അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ ഈ കന്യാസ്ത്രീകള് കൊണ്ടുവന്നിട്ടുള്ള പെൺകുട്ടികള് അവരോടൊപ്പം തന്നെ ചില ആളുകളും ആ സ്റ്റേഷനിൽ കടന്നു വന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം. സ്റ്റേഷനിൽ എത്തിപ്പെട്ട TTR ഈ ആളുകളുടെ ടിക്കറ്റും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റും ഒക്കെ പരിശോധിക്കാനുള്ള ആ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടപ്പോഴാണ് അതിനകത്ത് പല ആളുകൾക്കും ഒരു രേഖയും ഇല്ലാതെയാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നത് എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ആ ചോദ്യം ചെയ്യലിൽ അതിനകത്ത് എന്തോ മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട് എന്ന് ഇവർ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ തെറ്റിദ്ധരിച്ച അവസരത്തിൽ ആ TTRO അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകള് ആരോ പുറത്ത് ആ വിഷയം അറിയിക്കുകയും പോലീസിനെ ആ വിഷയം അറിയിക്കുകയും ചെയ്തപ്പോൾ പുറത്തു നിന്നുള്ള ബജരംഗദളിന്റെ ആളുകൾ ഉൾപ്പെടെ ആ സ്ഥലത്തേക്ക് കടന്നു വരികയും പോലീസും വിശ്വഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമായിട്ടുള്ള ബജരംഗദളിന്റെ പ്രവർത്തകരും ഈ വിഷയം കൂടുതൽ ചർച്ചകൾ നടത്തുകയും രേഖകൾ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് മനുഷ്യക്കടത്താണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇതിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെ മറ്റൊരു വിഷയം അവിടെ നിലനിൽക്കുകയാണ്.
ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചത്, അതിനെ സംസ്കരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിട്ടുള്ള മറ്റൊരു വിഷയം ഇതാണ്. എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ആദിവാസി വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിലുള്ള ആളുകളൊക്കെ തന്നെ മതം മാറിയിട്ടുണ്ട്, വിശ്വാസം മാറിയിട്ടുണ്ട് എന്നുള്ളത് അവിടെ നമ്മളോട് പറയുന്ന സമയത്ത് തന്നെ ആ വിശ്വാസം മാത്രം അവർ മാറിയിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വിശ്വാസം മാത്രമേ മാറിയിട്ടുള്ളൂ, അവരുടെ പേരിൽ നിന്നുള്ള ജാതിയോ അല്ലെങ്കിൽ ഇവരുടെ ഗോത്രമോ മാറിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഗോത്രമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മതപരിവർത്തനമോ നടത്താതെ വിശ്വാസം മാത്രം മാറി മനപരിവർത്തനം മാത്രമാണ് അതിൽ നടത്തിയിട്ടുള്ളത്. രേഖാപരമായിട്ട് നോക്കുമ്പോൾ ഇവരാരും ഇന്നും ട്രൈബൽ അല്ലെങ്കിൽ SC വിഭാഗത്തിൽ തന്നെയാണ് അവർ നിലനിൽക്കുന്നത്. അത് നിയമപരമായിട്ടുള്ള വിഷയം വരുമ്പോൾ ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഇവരുടെ കുടുംബങ്ങളും ഒക്കെ കഴിഞ്ഞ 5 വർഷമായി അതിന്റെ 8 വർഷമായിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും, പക്ഷെ രേഖാപരമായിട്ട് ഇവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ജാതിയിൽ അല്ലെങ്കിൽ ഗോത്രത്തിൽ ഒരു മാറ്റവും ഇവർ വരുത്തിയിട്ടില്ല എന്നുള്ള ഒരു സത്യം കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെയാണ് ഈ കന്യാസ്ത്രീകള് ഇവരുമായിട്ടുള്ള യാത്ര അവിടെ പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു, പോലീസ് ഉൾപ്പെടെ ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഏതോ ഒരു വൈദികൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് പെന്തിക്കോസ്തി വിഭാഗത്തിൽപ്പെട്ട വളരെയധികം ആളുകളെ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരികയും ഭജനംഗ പ്രവർത്തകരുമായിട്ട് വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുക്കപ്പെട്ടു. അതിനുശേഷമാണ് ഇവരെ പുറത്തേക്ക് പോവുകയും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അപ്പോഴാണ്. ഈ സമയങ്ങളിലൊന്നും ജില്ലാ ഭരണകൂടവും അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളോ ഒന്നും തന്നെ അതിനകത്ത് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വാസ്തവം കൂടി നമ്മൾ ഈ അവസരത്തിൽ അന്വേഷണത്തിൽ മനസ്സിലാക്കേണ്ടതും അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള മറ്റ് വിഷയങ്ങളാണ് വളരെ രസാവകമായതും ഭീകരമായതും എന്നുള്ളത് വേണം നമ്മൾ ഈ അവസരത്തിൽ പറയുവാനായിട്ട്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ വിഷയം ഉണ്ടാക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഉണ്ടായ സമയത്ത് ഇവരെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ആ കോടതിയിൽ നിന്നൊക്കെ നിസ്സാരമായി ജാമ്യം ലഭിക്കേണ്ട ഒരു വിഷയമാകുന്നത് വെള്ളിയാഴ്ച വൈകിട്ടായപ്പോൾ ശനി ഞായറും 2 ദിവസങ്ങൾ വന്നപ്പോൾ കോടതിയിൽ ഇവർക്ക് ജാമ്യം കിട്ടാത്ത ഉള്ള ഒരു സ്ഥിതി വിശേഷം ഇവിടെ ഉണ്ടായി എന്നുള്ളതും വാസ്തവമാണ്. ആ വിഷയത്തെ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ, കേരളത്തിലേക്ക് അറിയിച്ചപ്പോൾ കേരളത്തില് ഇത് എന്താണ് എന്നറിയാതെ ഈ വിഷയത്തെ ടേക്കപ്പ് ചെയ്തുകൊണ്ടാണ് ഇതിനെ ഇത്രയും കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതിന് ജാമ്യം ലഭിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് വന്നപ്പോഴാണ് കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ സംഘടനകളും അതുപോലെ തന്നെ ഇവിടുത്തെ LDF, UDF, BJP ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ വലിയ രീതിയിൽ ഇത് ഏറ്റെടുക്കുകയും ഈ ഏറ്റെടുത്ത വിഷയങ്ങൾ കേരളത്തിൽ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ആളുകൾ ഛത്തീസ്ഗഡിലെ കോടതിയുടെ മുന്നിലും അതുപോലെ ജയിലിന്റെ മുന്നിലും അവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ മുന്നിലും ഒക്കെ ഈ വിഷയങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വഷളാക്കിയ സമയത്താണ് ഇത് ഛത്തീസ്ഗഡിലുള്ള വിവിധ ഹൈന്ദവ സംഘടനകൾ ഇത് ഏറ്റെടുക്കാനുള്ള കാരണമായതും ഭരണ സംവിധാനത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെട്ടതും അങ്ങനെ ആ സംവിധാനത്തിൽ നിന്ന് അവിടുത്തെ നാട്ടിലുള്ള ജനങ്ങളും എല്ലാം ഈ പറയുന്ന വിഷയത്തിൽ കന്യാസ്ത്രീകൾക്കും ഈ കടത്തിക്കൊണ്ടു പോകുന്ന ആളുകൾക്കും എതിരായ ഒരു സംവിധാനം അവിടെ ഒരുക്കപ്പെട്ടതും അങ്ങനെ വന്നതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നു. ഭരണ സംവിധാനത്തിനെതിരെ അവർ തിരിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അവിടുത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ നിക്കക്കണ്ടിയില്ലാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ അവരും ഇതിനെ കാണാനിടയായത്. കാരണം കേരളത്തിലെ മാപ്രകള്, മാധ്യമ പ്രവർത്തകര്, അതുപോലെ തന്നെ ഇവിടുത്തെ ജാതി സംഘടനകള്, മതസംഘടനകള് ഇവിടെ ഓരോ കാര്യങ്ങള് മാധ്യമങ്ങൾ കൂടിയും മറ്റ് പ്രവർത്തനങ്ങൾ കൂടിയും കാണിച്ചു വെച്ചിട്ടുള്ള ഓരോ വിഷയങ്ങളും ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഓരോ നാടിനെ സംബന്ധിച്ച് മോശമായ രീതിയിൽ പ്രചരിപ്പിച്ച വിഷയങ്ങളും എല്ലാം
മാധ്യമങ്ങളുടെ എല്ലാ വാർത്തകളും, ഇവിടുത്തെ വിഷയങ്ങളും, ഇവിടുത്തെ പ്രസംഗങ്ങളും എല്ലാം അത് ഭാഷ മാറ്റി ഛത്തീസ്ഗഡിലെ ജനങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടപ്പോൾ ആ നാട്ടിലുള്ള മാധ്യമ പ്രവർത്തകരും മതസംഘടനകളും ഹൈന്ദവ സംഘടനകളും എല്ലാം ഈ വിഷയം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോഴത്തേക്ക് ഇത് കൈവിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ നേതൃത്വത്തിൽ കണ്ടുവരുന്ന ഒരു സംഭവം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു വിഷയം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് ഏതൊരാളിനും മനസ്സിലാവും. കാരണം ഇവിടെ ഈ വിഷയം ഇത്രയും കത്തിച്ചു നിർത്തിയെങ്കിൽ മാത്രമേ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതൊരു വിഷയമാക്കി കൊണ്ടുവന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്വാധീനത്തെ എല്ലാ വിധേനയും തച്ചു തകർക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കും ഉണ്ട് എന്ന് നമുക്ക് ശരിക്കും ഈ ഒരു സംഭവം വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം അവിടെ നടന്നിട്ടുള്ള സംഭവം എന്താണെന്നും ആ നടന്ന സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്നും അതിന്റെ നിജസ്ഥിതി എന്താണെന്നും നമ്മൾ ബോധ്യപ്പെടുമ്പോഴാണ് ഈ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്. BJP പോലും ഇവിടുന്ന് നമുക്കറിയാം, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആന്റണി എന്ന് പറയുന്ന അദ്ദേഹത്തെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് വിടുകയും അദ്ദേഹം അവിടെ ചെന്ന് മുഖ്യമന്ത്രിയെ കാണുകയും മറ്റു കാര്യങ്ങളെ ഇവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ വ്യവസ്ഥകളും അവിടെ ഉരുത്തിരിച്ചു കൊണ്ടുവന്ന അവസരത്തിലാണ് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പുറത്ത് അല്ലെങ്കിൽ ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇതിനെ അമ്മാനമാടുവാനായിട്ട് എടുത്തിട്ട് അമ്മാനമാടിക്കൊണ്ട് പള്ളികളിലായാലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കേന്ദ്രങ്ങളിലായാലും കവലകളിലായാലും എവിടെയാണെങ്കിലും ഇത് വലിയൊരു ഇഷ്യൂ ആക്കി കേരളത്തിൽ എടുത്തപ്പോൾ ഇത് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അത് വീണ്ടും ഈ ഒരു വിഷയത്തെ വളരെ അഭിമാനകരമായിട്ട് അവർ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അതിനെതിരെ പോരാടുക എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ഇത് കടന്നു വന്നതുകൊണ്ടാണ് കേരളത്തിലെ MP-മാരായിട്ടുള്ള കോൺഗ്രസ് MP-മാരും മറ്റുള്ള പ്രതിപക്ഷ MP-മാരും എല്ലാം പാർലമെന്റിലും മറ്റുള്ള സ്ഥലത്തും ഒക്കെ പ്രതിഷേധവുമായിട്ട് ചെന്നിട്ടും ഛത്തീസ്ഗഡിലുള്ള ഒറ്റ പ്രതിപക്ഷ പാർട്ടികളുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ മറ്റൊരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരാൾ പോലും ഈ ആളുകളോടൊരു സഹകരണം കൊടുക്കാഞ്ഞതും ഇതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയാഞ്ഞതും എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ശരിയായിരിക്കാം, രണ്ട് പാവപ്പെട്ട സ്ത്രീകള് അവരൊന്നും അറിയാതെ ആയിരിക്കാം ഇന്ന് ജയിലിൽ കിടക്കുന്നത്. അവർക്ക് ഇതിന്റെ ഈ നിയമത്തെ സംബന്ധിച്ചുള്ള അതിന്റെ ഗൗരവം എന്താണ് എന്ന് അവരൊട്ടും മനസ്സിലാക്കാതെ തന്നെയാണ് ഇന്ന് അവർ ജയിലിൽ കിടക്കാനുള്ള ഇടയായിട്ടുള്ളത് എന്നുള്ളതിന് സംശയം വേണ്ട. എന്നാൽ ഇവിടെ ആ രണ്ട് കന്യാസ്ത്രീകളെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമല്ല കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്, മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ കലുഷിതമാക്കിയിട്ടുള്ള അതിന്റെ പ്രധാന ഘടകമാണ് ഈ മാധ്യമ സൃഷ്ടി. എന്താണ് എന്ന് മനസ്സിലാക്കാതെ, നിയമം എന്താണ് എന്ന് മനസ്സിലാക്കാതെയുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ ദോഷം അത് പല രീതിയിലും ഇന്ന് അവിടെ നിൽക്കുന്ന പല മലയാളികളെ ഉൾപ്പെടെ അവിടുത്തെ സമുദായ പ്രവർത്തകരെ ഉൾപ്പെടെ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യം തന്നെയാണ്. ഇപ്പോൾ അവിടെ ഇത്രയുമായിട്ടും പല ആളുകളും നമ്മളോട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ പറയുന്ന അവസരത്തിൽ അവര് വളരെ തേങ്ങലോട് കൂടി തന്നെയാണ് പറയുന്നത്. ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വളരെയധികം ആളുകൾ, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള വളരെയധികം ആളുകൾ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിലായിട്ട് ഇന്നും ജയിലിൽ കിടക്കുന്ന ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനെ ഒന്നും നോക്കിക്കാണാതെ ഈ ഒരു നിസ്സാര വിഷയത്തെ ഇത്രയും കത്തിച്ച് പർവ്വതീകരിച്ചുകൊണ്ട് വിഷയമുണ്ടാക്കി സമൂഹത്തിന്റെ മുന്നില് ഈ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇതിനെ കടത്തിക്കൊണ്ടുവന്നതും പാർലമെന്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ വിഷയം കൂടുതൽ പൊന്തി നിന്നതും സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനൊക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചതും കോടതിയിൽ ഈ വിഷയം എത്തിയ സമയത്ത് കോടതിക്ക് ജാമ്യം കൊടുക്കാനൊക്കാത്ത സ്ഥിതിയിലേക്ക് പ്രോസിക്യൂട്ടർക്ക് ഇതിനെ ബാധിക്കേണ്ട വന്നതും അത് NIA കോടതിയിലേക്ക് തള്ളി വിടപ്പെട്ടതും ഇതിനു ശേഷം നമുക്കറിയാം ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കന്മാര് ബഹുമാനപ്പെട്ട ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ കണ്ട് ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ അറിയിച്ചപ്പോൾ അതിനകത്ത് നിയമം എന്ന് പറയുന്ന ആ ഒരു നൂലാമാലയിൽ പോയി തട്ടി നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തെ കൂടുതൽ രൂക്ഷതയിലേക്ക് കൊണ്ടുപോകാൻ കേരളത്തിലെ ഈ നമ്മുടെ മലയാളികളാണ് ഇതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരായത് എന്നുള്ളതാണ് സത്യത്തിലുള്ള അതിന്റെ സത്യാവസ്ഥ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്. കാരണം ഇത് അവിടെ നിന്നുള്ള ആളുകള്, അവിടുത്തെ മത പ്രവർത്തകര്
അല്ലെങ്കിൽ അവിടെ സമുദായത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾ അവർ വേദനയോടുകൂടി തന്നെയാണ് നമ്മളോട് ഈ വിഷയം ചർച്ച ചെയ്തത്. കാരണം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം ഇത് പബ്ലിക് അറിയണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഒരു രീതിയിലുള്ള ഒരു പ്രശ്നവും ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് ആ വിഷയത്തിൽ വളരെ വലിയ വിഷയങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അത് അതിന്റെ നിയമപരമായിട്ടുള്ള പോക്കിലാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അവിടുത്തെ 1968 കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമവും 2013 അതിനെ വീണ്ടും അമെൻഡ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു നിയമവും നിലനിൽക്കുമ്പോൾ ആ നിയമത്തിനനുസരിച്ച് നിന്ന് മാത്രമേ കോടതിക്ക് അതിനകത്ത് പെരുമാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ സമാധാനപരമായിട്ട് ഈ പറയുന്ന 2 പാവം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ കിടന്ന് നമ്മളോട് ഈ പറയുന്ന അല്ല ഈ കാര്യങ്ങളിൽ പറയുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ സന്മനസ്സോടുകൂടി മനസ്സിലാക്കണം. ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് അവിടെ അറിയുന്ന ആളുകളോട് ചോദിച്ചത് മനസ്സിലാക്കണം. ഇവിടുത്തെ രാഷ്ട്രീയക്കാര് എല്ലാ രീതിയിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു പ്രവർത്തനത്തെ, കാരണം 2 സ്ത്രീകൾ, മലയാളികളായിട്ടുള്ള 2 സ്ത്രീകൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഒരു അക്കിടി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അക്കിടിയിൽ നിന്ന് അവരെ നിയമം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ നിയമത്തിന്റെ മുന്നിൽ രക്ഷിച്ചെടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുള്ളത് കൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയക്കാരന്റെ നമ്മൾ പറയുന്ന വാ തുറന്ന് നിൽക്കുന്ന അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ കൈ കൊണ്ടിട്ടിട്ട് അത് കടിച്ചു പോയേ എന്ന് പറയാനുള്ള ഒരു അവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകരുത്. ഇതൊരു വലിയ നീരാളിയാണ്. ഈ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടുള്ള ഒരു നീരാളി പിടിക്കുന്ന പിടുത്തം പോണക്കാണ് ഈ പാവം കന്യാസ്ത്രീകളെ ചുറ്റിപ്പിടിച്ചിട്ടുള്ളത്. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും എനിക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. ദയവായിട്ട് നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് സൈലന്റ് ആക്കിക്കൊണ്ട് ആ പാവം കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടേണ്ട ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന ഈ സമൂഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ പ്രബുദ്ധരായ കേരളം എന്ന് പറയുമ്പോൾ, ഈ നാട്ടിലെ എല്ലാ അറിവുകളും സമ്പാദിച്ചിട്ടുള്ള കേരളം എന്ന് പറയുമ്പോൾ, വിദ്യ കൊണ്ട് അറിവ് സമ്പാദിച്ചിരിക്കുന്ന കേരളം എന്ന് പറയുമ്പോൾ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അതിനോട് എന്തെങ്കിലും ഒരു കടപ്പാടുണ്ടെങ്കിൽ, ഈ ഒരു ക്രിസ്ത്യൻ സമൂഹത്തോടൊരു കടപ്പാടുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കപ്പെടേണ്ടത്. അല്ലാതെ ഒരിക്കലും അവരെ കരുവാക്കിക്കൊണ്ട് ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു സമൂഹത്തെ ഇല്ലായ്മയാക്കിക്കൊണ്ട് ഒരിക്കലും ചെയ്യാനുള്ള ഒരു അവസരം ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഛത്തീസ്ഗഡിലെ ഇവിടുന്നുള്ള ഓരോ വാർത്തകളും അത് അവിടെ അവർ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇതൊരു വലിയ കത്തിപ്പടർന്നു നിൽക്കുന്ന ഒരു വിഷയമായിട്ട് ആദിവാസികളുടെ ഇടയിലേക്ക് അത് കടത്തിക്കൊണ്ട് ചെന്നു എന്നുള്ളതാണ് ഈ മാധ്യമ പ്രവർത്തകർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരത. ആ ക്രൂരതയിൽ നിന്ന് ഈ പാവം കന്യാസ്ത്രീകളെ രക്ഷിക്കുവാൻ എല്ലാ ആളുകളുടെയും ആ മനസ്സ് ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും എന്നെ കേട്ടിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തർക്കും ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അവിടെ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് ഇതിൽ തന്നെ ഉള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.